ശബരിമലയിലെ ഡിവൈൻ വാല്യുവിനാണ് വിലയെന്ന് ശില്പി മഹേഷ് പണിക്കർ. ഇതിന് 100 കോടി വരെ നൽകാൻ ആളുകളുണ്ട്. സിനിമാ മേഖലയിലേക്കടക്കം സ്വർണം പോയിട്ടുണ്ടെന്നും ശില്പി മഹേഷ് പണിക്കർ ആരോപിച്ചു. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലടക്കം പൊതിഞ്ഞ സ്വർണത്തിന് ഡിവൈൻ വാല്യൂ വളരെ കൂടുതലാണെന്നും അതിനാൽ തന്നെ വലിയ തുകയ്ക്കായിരിക്കും വിൽപ്പന നടന്നിട്ടുണ്ടാകുകയെന്നും പിന്നിൽ വമ്പൻ സ്രാവുകളാണെന്നും ശില്പി മഹേഷ് പണിക്കർ ആരോപിച്ചു. വിശ്വാസത്തിന്റെ പേരിലുള്ള തട്ടിപ്പാണെന്നും മഹേഷ് പറഞ്ഞു. ഹൈക്കോടതി ഉത്തരവോടെ തന്നെ വലിയ കൊള്ളയാണ് നടന്നതെന്ന് വ്യക്തമാണ്. ശബരിമലയിലെ ദൈവിക ചൈതന്യത്തിനാണ് വില. സ്വർണ്ണപ്പാളി ഉൾപ്പെടെ വിറ്റിരിക്കാനാണ് സാധ്യതയുള്ളതെന്നും അദ്ദേഹം ആരോപിച്ചു. സ്വർണം ഉരുക്കി നൽകുന്നതിനേക്കാൾ പാളി ഉൾപ്പെടെ നൽകുമ്പോഴാണ് മൂല്യം കൂടുക. ഉരുക്കി വിറ്റാൽ സ്വർണത്തിന്റെ വില മാത്രമായിരിക്കും കിട്ടുക. എന്നാൽ പാളി അതുപോലെ വിറ്റാൽ അതിന്റെ ഡിവൈൻ വാല്യൂ വളരെ കൂടുതലായതിനാൽ തന്നെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള വിലത്തുകയ്ക്കായിരിക്കും വിറ്റിട്ടുണ്ടാകുകയെന്നും മഹേഷ് പണിക്കർ ആരോപിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിലെ ചെറിയ കണ്ണി മാത്രമായിരിക്കും. സിനിമാ മേഖലയിലേക്ക് ഉൾപ്പെടെ സ്വർണം പോയിട്ടുണ്ടാകും. ശബരിമലയിൽ പൊതിഞ്ഞ സ്വർണം അതുപോലെ തന്നെയാണ് വിറ്റതെങ്കിൽ 50 കോടിയും 100 കോടിയും നൽകി അത് വാങ്ങാൻ ആളുകളുണ്ടാകും. സിനിമാ നിർമ്മാണ കമ്പനികളടക്കം ആവശ്യക്കാരായിട്ടുണ്ട്. ഒറിജിനൽ വിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി തിരിച്ചു വെച്ചാൽ മതിയല്ലോ. പൗരാണിക പാരമ്പര്യമുള്ള വളരെ പഴക്കം ചെന്ന ക്ഷേത്രമാണ് ശബരിമല. അതിനാൽ തന്നെ ഇവിടുത്തെ ഡിവൈൻ വാല്യൂ വളരെ വലുതായിരിക്കും. ഇതിനാൽ തന്നെ ഇവിടുത്തെ ശില്പഭാഗങ്ങൾ സൂക്ഷിച്ചാൽ ശനിദോഷമടക്കമുള്ളവ മാറുമെന്ന വിശ്വാസ തട്ടിപ്പ് നടക്കുമെന്നും മഹേഷ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.